जय राधा माधव राधा माधव राधे। जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा। जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा। जय गौर हरि बोल हरि बोल हरि बोल जय गौर हरि बोल। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठयी। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे। ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകം. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. എല്ലാവരും റിപ്പീറ്റ് ചെയ്യുക. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. റിപ്പീറ്റ് ചെയ്യുക, പ്രഭുക്കന്മാരും മാതാജിമാരും. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ.
कर्मेन्द्रियाणि संयम्य यास्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः उच्यते कर्मेन्द्रियाणि संयम्य यास्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः उच्यते। प्रभु जी, कर्मेन्द्रियाणि संयम्य यास्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः उच्यते। कर्मेन्द्रियाणि संयम्य यास्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः उच्यते। हरे कृष्ण। कर्मेन्द्रियाणि संयम्य यास्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः उच्यते। യാതൊരു വ്യക്തി കർമ്മേന്ദ്രിയാണി 5 കർമ്മേന്ദ്രിയങ്ങളെ സംയമിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ വിഷയങ്ങളെ സ്മരിക്കുന്നവനായി ആസ്തെ സ്ഥിതി ചെയ്യുന്നുവോ വിമൂഢാത്മാവായ സ അവൻ മിഥ്യാചാര കപടനാട്യക്കാരൻ എന്ന് ഉച്യതേ പറയപ്പെടുന്നു. വിവർത്തനം: കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. എല്ലാവരും റിപ്പീറ്റ് ചെയ്യുക. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദ് കി. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവൻ കൂട്ടാക്കാത്ത ചില കപടനാട്യക്കാരുണ്ട്. അവർ ധ്യാനം അഭിനയിച്ചുകൊണ്ട് മനസ്സാ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നു. അഭ്യസ്തവിദ്യരായ അനുയായികളെ ഭോഷ്കു പറഞ്ഞു കബളിപ്പിക്കാനായി ഇവർ ശുഷ്കമായ തത്വജ്ഞാനം പറഞ്ഞു നടക്കും. ഇത്തരക്കാർ ആർവഞ്ചനക്കാരനെന്നാണ് ഈ പദ്യം ഘോഷിക്കുന്നു. സാമൂഹ്യ മര്യാദ അനുസരിച്ച് ആർക്കും ഇന്ദ്രിയ സുഖാനുഭവം ആവാം. തൻ്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിതശുദ്ധി നേടുകയും ചെയ്യാം. എന്നാൽ യോഗിയെന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ചിലപ്പോൾ തത്വജ്ഞാനത്തെപ്പറ്റി പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് കരുതിക്കൂടാ. അയാളുടെ അറിവ് കൊണ്ട് ഫലമില്ല. കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിൻ്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അത്തരം ഒരു വഞ്ചകന്റെ മനസ്സ് എപ്പോഴും മലിനമാകയാൽ അയാളുടെ ധ്യാനയോഗാഭിനയങ്ങൾക്കും വിലയില്ല തന്നെ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ
അപ്പോൾ ഈ ശ്ലോകത്തിൽ മിഥ്യാചാര എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മിഥ്യാചാരം എന്ന് പറയുമ്പോൾ കപടനാട്യക്കാരൻ. ആരാണ് കപടനാട്യക്കാരൻ? കപടനാട്യക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാവും? ഓക്കെ ഓക്കെ. അപ്പോൾ കപടനാട്യക്കാരൻ എന്ന് പറയുമ്പോൾ യോഗി എന്ന് പറഞ്ഞ് എന്താ പറയുക അഭിനയിക്കുന്ന ആളാണോ ഈ കപടനാട്യക്കാരൻ എന്ന് പറയുന്നത്? ഒരു സന്യാസിയായിട്ട് പുറത്ത് സന്യാസിയായി കാണിക്കും, പക്ഷെ ഉള്ളിലൊക്കെ ഇന്ദ്രിയ സുഖങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെന്താ പറയണ, എന്താ പറയുക, ആറുവഞ്ചനക്കാർ, അതായത് കബളിപ്പിക്കുകയാണ്. അവർ ശുഷ്കമായി തത്വജ്ഞാനം പറഞ്ഞു നടക്കുകയും ചെയ്യും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ പ്രിറ്റൻഡർ എന്നാണ് ഇതിൽ പറയുക, കപടനാട്യക്കാരന്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ആണ് നമ്മളെന്താ പറയണ കപടനാട്യക്കാരൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പുറത്തും എന്താവും ഭക്തനായിരിക്കും, പക്ഷെ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ശുദ്ധീകരിക്കും. അതാണ് ഇതിൽ ശുദ്ധി നേടുകയും ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇന്ദ്രിയ സുഖങ്ങൾ, അപ്പോൾ ഒരാൾ പുറമേ എന്താ എക്സ്റ്റേണലായിട്ട് ആളുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് പറയും, ഭക്തിയായിട്ട് കുറേ ചെയ്യും, പക്ഷേ വീട്ടിൽ പോകുമ്പോൾ എന്താവും കുറേ തട്ടിപ്പുകൾ ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് ഒരു ക്ലാസ്സിൽ കേട്ടതാണ്, കാലത്തൊട്ട് വൈകുന്നേരം വരെ ആൾ ഭക്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. വൈകുന്നേരമായ അദ്ദേഹം ഷാപ്പിലേക്ക് പോയിട്ട് മദ്യപിക്കുകയും ചെയ്യും. കുറേ സിനിമകളിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. കാലത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, നല്ലപോലെ ഭക്തി ചെയ്യും, 3 വരയൊക്കെ വരച്ചിട്ട് കുറേ അമ്മയച്ചനൊക്കെ നന്നായി വണങ്ങിയിട്ടൊക്കെ ചെയ്യും, പക്ഷെ വൈകുന്നേരമായ അദ്ദേഹം മദ്യപാനം ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനത്തെയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യണ, തട്ടിപ്പുകാരാണ് അദ്ദേഹം. അപ്പോൾ ശരിക്കുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കും? പ്രഭുപാദർ എന്താ ചെയ്ത, പാശ്ചാത്യ നാട്ടുകളിൽ പോയി ഭക്തി പ്രചാരം ചെയ്തു. പാശ്ചാത്യ നാട്ടുകളിൽ പോയി ഭക്തിയുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായി, അപ്പോൾ അവിടെയുള്ള ഹിപ്പീസുകൾ, അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാരെന്തായി മാറി, ഭക്തന്മാരായി മാറി. ഹിപ്പീസിനെ ഹാപ്പിയാക്കി മാറ്റി. അപ്പോൾ ഹിപ്പീസ് മേഡ് ടു ഹാപ്പീസ്, അങ്ങനെയാണ് പ്രഭുപാദർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വട്ടം എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ ചെയ്യണ ഒരു വ്യക്തി പ്രഭുപാദരോട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയുക, എന്ത് മാജിക്കാണ് ചെയ്തത് ഇവരൊക്കെ ഇത്രയും മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് മാജിക്ക് ചെയ്തത്? നിങ്ങളൊരു യോഗിയല്ലേ, നിങ്ങളൊരു സന്യാസിയല്ലേ? സന്യാസി എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൊക്കെ ചെയ്യും, ഇങ്ങനെ നമ്മൾ കുറേ ഭസ്മങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തിരിക്കണേന്ന് ചോദിക്കും ഒരു ഇൻ്റർവ്യൂവർ. അപ്പോൾ പ്രഭുപാദർ പറയും, ഇവരൊക്കെയാണ് ഞാൻ മാജിക്കായിട്ട് മാറ്റിച്ചിരിക്കണേന്ന് പറയും. ഇങ്ങനെയുള്ള എല്ലാ ഡിവോട്ടീസിനും ഇങ്ങനെ കൈ കാണിക്കും, ദിസ് ഇസ് അവർ മാജിക്, ഇങ്ങനെ പറയും പ്രഭുപാദർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു അങ്ങനെയുള്ള വ്യക്തികളുടെ ജ്ഞാനം എന്തായിരിക്കും, പ്യൂരിറ്റി ഉണ്ടാവും. പ്രഭുപാദറുള്ള നല്ല മഹാത്മകളുടെ ജ്ഞാനങ്ങൾ എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ഭയങ്കര പ്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ സാധാരണ ഈ എന്താ പറയുക, കപടനാട്യക്കാരുടെ ഈ ജ്ഞാനങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ഡ്രൈ ഫിലോസഫി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിന് യാതൊരു വിലയുണ്ടാവില്ല. നമുക്കൊരു ജ്ഞാനം നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഭഗവത്ഗീത നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിവർത്തനം ഉണ്ടാവണം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം ശരിക്കും. അപ്പോൾ നമ്മളും കാണാറുണ്ട്, നമ്മൾ സ്കൂളിൽ കുറേ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്, കുറേ പേര് ഡിവോട്ടീസായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. പിന്നെ കുറേ പേര് നമ്മൾ കഴിക്കുന്നത് പ്രസാദമൊക്കെയാണ് പ്യൂരിറ്റി ഉള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രസാദം കഴിക്കുമ്പോൾ ഭക്തരായി മാറും. അപ്പോൾ കുറേ പേർക്ക് നമ്മൾ പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരെ എന്താ പറയുക ഭക്തരായി മാറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്യൂരിറ്റി അങ്ങനെയാണ് നമുക്ക് വരുത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രസാദം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവേണ്ടത്. പാകം ചെയ്യുന്ന വ്യക്തികളും, പിന്നെ വിളമ്പുന്ന വ്യക്തികളും, നിവേദിക്കുന്ന വ്യക്തി, ഈ 3 വ്യക്തികൾ പ്രധാനമായിട്ട് പ്രസാദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ എന്താവും, പെട്ടെന്ന് തന്നെ നമുക്ക് പരിവർത്തനം ഉണ്ടാവും, ഭക്തന്മാരായി മാറാനുള്ള അവസരം ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു കപടനാട്യക്കാരൻ ക്ലാസ് എടുക്കുകയോ അദ്ദേഹം കുക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ എന്താവും, പരിവർത്തനം ഉണ്ടാവുകയില്ല. അപ്പോൾ അദ്ദേഹത്തെ എന്താവും, ഡ്രൈ ഫിലോസഫി ആയിരിക്കും. ഒരേ ക്ലാസ്സിനെ അത് തിരിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ പറയണം. നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ഒരേ വട്ടം തന്നെ ജപിക്കണം, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാറില്ല. പക്ഷെ നമുക്ക് എന്താണ്, ഭയങ്കര ആനന്ദമല്ലേ കിട്ടുന്നത്. നമുക്കങ്ങനെ എന്തുണ്ടാവാം, ഭയങ്കര ആനന്ദം കിട്ടുന്നത്. നമുക്കിങ്ങനെ സാഡ് ആവുന്നില്ല, ബോറടിക്കുന്നില്ല. അപ്പോൾ
ഇപ്പോൾ സാധാരണ ഒരു വ്യക്തികൾ ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ ഗീത പറയുമ്പോൾ ഭഗവത്ഗീത യഥാരൂപം നമ്മൾ വേറൊരു ബുക്കും വായിക്കുന്നില്ല ഭഗവത്ഗീത യഥാരൂപം വായിക്കുന്നത്. ചിലർ മൈ ഗീത അങ്ങനെ പറയും, എൻ്റെ സ്വന്തം ഗീത എന്ന് പറയും, എൻ്റെ സ്വന്തം വാക്യങ്ങൾ കൊണ്ട് കുറേ ഗീതകളൊക്കെ എഴുതും അദ്ദേഹം. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു എന്താ പറയുക ഫിലോസഫീനും തീരെ ഒരു പരിവർത്തനം തീരെ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ശുദ്ധനായ ഒരു പരിവർത്തനം ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന വ്യക്തികളാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് അദ്ദേഹം പ്യൂരിറ്റി വരും. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേതോ ദർപ്പണ മാർജനം ഭവമഹ ദവാഗ്നി നിർവാപണം. ഇപ്പോൾ കുറച്ച് മുമ്പ് എല്ലാവരും വായിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മലിന്യമായുള്ള അഴുക്കുകൾ നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെ മാറ്റിക്കളയും, തുടച്ചു നീക്കും. ഇപ്പോൾ ഒരു കണ്ണാടി ഉണ്ട്, വലിയൊരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടിയിൽ കുറേ അഴുക്കാണെങ്കിൽ എന്താവും, തുടയ്ക്കുമ്പോൾ എന്താവും ഭയങ്കര ക്ലീൻ ആവും. അതാണ് ഈ ഹരേകൃഷ്ണമോ. നമുക്ക് ജന്മജന്മാന്തരം അഴുക്കുകൾ നമുക്കുണ്ട്. പോയ ജന്മത്ത്, അതിന് മുമ്പത്തെ ജന്മത്ത്, എത്രയോ ജന്മങ്ങളുടെ അഴുക്കുകളാണ് നമ്മുടെ ഹൃദയത്തിൽ കൂട്ടം കൂടി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കും തോറും നമുക്ക് എന്താവും, പ്യൂരിറ്റി ഉണ്ടാവും. എങ്ങനെ പ്യൂരിറ്റി ഉണ്ടാവുക? ചേതോ ദർപ്പണ മാർജനം ഭവമഹാദവാഗ്നി നിർവഹണം. അപ്പോൾ ആ ശിഷ്ടാഷ്ടത്തിൽ 8 വ്യാഖ്യാനങ്ങൾ അതിൽ പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ എന്തുണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി, ഞാൻ അടുത്തിടെയായിട്ട് ജോലിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ കാലത്തൊട്ട് രാത്രി വരെ ജോലി ഉണ്ടല്ലോ, രാത്രി നിങ്ങൾ എന്താ ചെയ്യുക ചോദിച്ചു. അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കറായിരുന്നു. രാവിലെ ഒരു 8 മണിക്ക് വരും, രാത്രി ഒരു 7-8 മണിയാകുമ്പോൾ ജോലി കഴിയും. പിന്നെ നേരെ അദ്ദേഹം പോണത് വീട്ടിലേക്കല്ല, നേരെ മദ്യഷാപ്പിലേക്ക് പോകും. അപ്പോൾ എന്തിനാണ് പോണേന്ന് ഞാൻ ചോദിക്കും. എനിക്കൊരു ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ബോറടിയാണ്. രാവിലെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഫുൾ പണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെ രാത്രി ആകുമ്പോൾ ജസ്റ്റ് ഒരു മദ്യഷാപ്പിലേക്ക് പോകും. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്ന് പറയുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണ്? ശരിക്കുള്ള എൻ്റർടൈൻമെൻറ്റ്, ആനന്ദം നമുക്ക് എങ്ങനെ കിട്ടണം? അദ്ദേഹത്തിൻ്റെ ആനന്ദം കിട്ടുന്നത് മദ്യത്തിലൂടെയാണ്. നമുക്ക് ആനന്ദം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാനാണ് ഉന്നത ആനന്ദം തരുന്ന ഒരു വ്യക്തി. സത്ത്, ചിത്ത്, ആനന്ദ, 3 ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് ഭഗവാൻ. സത്ത് എന്ന് പറയുമ്പോൾ ശാശ്വതം, സത്ത് ചിത്ത് ആനന്ദ, ശാശ്വതം, ആനന്ദം, പിന്നെ എന്താ പറയുക, നോളജ് പറഞ്ഞാൽ ജ്ഞാനം. ഈ 3ഉള്ള വ്യക്തി ഭഗവാനാണ്. ഈ ഭഗവാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അദ്ദേഹമാണ് ഫുൾ ആനന്ദം തരാൻ പറ്റുക. ഇപ്പോൾ ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം എന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ, എല്ലാത്തിൻ്റെയും ഭോക്താവ് ഞാൻ തന്നെയാണ്, എല്ലാത്തിൻ്റെയും സുഹൃത്ത് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ടുള്ള ആനന്ദം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കും തോറും നമുക്ക് കൂടുതൽ എന്താവും, ഈ കപടനാട്യങ്ങളൊക്കെ പതുക്കെ നമ്മൾ ശരിക്കും യോഗികൾ, പുറമേയുള്ള യോഗികൾ മാത്രമല്ല, നമ്മുടെ സന്യാസികൾ, കപട സന്യാസികൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം, കപടം ധരിച്ചിരിക്കുന്നത്, മാസ്ക് ധരിക്കുന്നത്. അദ്ദേഹം പുറമേ മാസ്ക് ധരിച്ചിരിക്കണം. എന്താ വെച്ചാൽ, ഉള്ളിൽ മാസ്ക് ധരിക്കും, പുറമേ ഓപ്പണായിട്ടിരിക്കും. പക്ഷേ നമ്മളെന്താ പറയണേ, അങ്ങനെയുള്ള വ്യക്തികൾ എന്താ പറയുക, ഒരു മിനിറ്റ്, ഓക്കെ, പുറമേ വന്നിട്ട് എന്താവും, അദ്ദേഹം നടിക്കുകയും ചെയ്യും. പുറമേ വന്നിട്ട് അദ്ദേഹം ഭക്തനെ നടിക്കുകയും ചെയ്യും. ഉള്ളിൽ ഇന്ദ്രിയ സുഖങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്താ പറയുക, കപടനാട്ടക്കാരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അടുത്തിടെയായിട്ട്. ഒരു ഭഗവാൻ നാരദൻ ഭഗവാനോട് ചോദിച്ചു, എന്നെ പോലെ ഇതിൽ നിങ്ങളുടെ ക്രിയേഷനിൽ കുറേ നല്ല എല്ലാവരും ഹരിനാമം ജപിക്കുന്നുണ്ട്, കുറേ പേര് ഒരു ബ്രാഹ്മണൻ നല്ലപോലെ ജപിക്കുന്നുണ്ട്. ശരിക്കുള്ള കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, നാരദൻ വന്നിട്ട് ഭഗവാനോട് ചോദിക്കും, അവിടെ ഒരു ബ്രാഹ്മണൻ നല്ലപോലെ യാഗം ചെയ്യുന്നുണ്ട്, നല്ലപോലെ ഭക്തി ചെയ്യുന്നുണ്ട്, അദ്ദേഹം നല്ലൊരു ഭക്തനാണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഭഗവാൻ പറയും, അദ്ദേഹം യജ്ഞങ്ങളും ദാനങ്ങളും ചെയ്യുന്നുണ്ടോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനൊരു കാര്യം പറയാം, അത് അദ്ദേഹത്തിനോട് അങ്ങനെ തന്നെ പാസ് ചെയ്യൂ എന്ന് പറയും. എന്താ വെച്ചാൽ, ഞാൻ വന്നിട്ട് ഒരു സൂചിയിൽ ഇത്രയും വലിയൊരു ആനനെ ഉള്ളിൽ കയറ്റി പുറത്തേക്ക് എടുത്തു എന്ന് പോയി പറയാൻ പറഞ്ഞു. ഇത്രയും വലിയൊരു ആന, തെച്ചിക്കോട്ടി പോയിൻ്റെ അത്ര ഉണ്ടാവും, ആനയുടെ ഇതിനുള്ളിൽ എടുത്ത് പുറത്തേക്ക് എടുത്തു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ നാരദൻ എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് പോയിട്ട് ആ ബ്രാഹ്മണനോട് പോയി പറയും, നോക്കൂ ബ്രാഹ്മണ,
ഇന്ന പോലെ ഭഗവാൻ വന്നിട്ട് ചെറിയൊരു നൂലെടുത്ത് ചെറിയൊരു സൂചി എടുത്തിട്ട് ഇത്രയും വലിയൊരു ആന എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി പുറത്തേക്ക് എടുത്തു എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണൻ പറയും, നിങ്ങൾ എന്ത് വിഡ്ഢിത്താ പറയണേ, എന്ത് വിഡ്ഢിത്താ നിങ്ങൾ പറയണേ, ആരെങ്കിലും ആനേനെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി പുറത്തേക്ക് ഇടും, ഒരു വിവരം വേണ്ടേ, ഒരു ആലോചന വേണ്ടേ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ എന്താവും, നേരെ നാരദൻ ഭഗവാനോട് പറയും, ഒരു ബ്രാഹ്മണൻ നോക്കൂ ഇങ്ങനെ പറയുന്നു, ഒരു നൂലിൽ ഒരു ചെറിയ സൂചിയിൽ ആനേനെടുത്ത് പുറത്തേക്ക് എടുത്തു, ആള് വിശ്വസിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഭഗവാൻ പറയും, നേരെ പോയിട്ട് ഒരു ചെരുപ്പ് കുത്തിയോട് പോയി പറയാൻ പറയും. ചെരുപ്പ് കുത്തിയോട് പോയിട്ട് ഇതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അദ്ദേഹത്തോട് പോയി പറയാൻ പറയും. നേരെ പോയി ചെരുപ്പ് കുത്തിയോട് പറയും. ഭഗവാൻ വന്നിട്ട് ചെറിയൊരു സൂചിയിൽ ഇത്രയും വലിയ ആനേനെ പുറത്തേക്ക് എടുത്തു പറയും. അപ്പോൾ ആ ചെരുപ്പ് കുത്തി പറയും, ഭഗവാനെ കൊണ്ട് പറ്റാത്തത് എന്തുണ്ട്, അഹം സർവസ്യ പ്രഭുവോ മത്തസർവം പ്രവർത്തതേ. അദ്ദേഹത്തിന് പറ്റാത്തതായിട്ടൊന്നുമില്ല, അദ്ദേഹമല്ല സൃഷ്ടിയുടെ എല്ലാം, അദ്ദേഹമാണ് ഈ നൂലും ഈ സൂചി ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ്. ഈ ആന, എല്ലാ ജീവജാലങ്ങളും, സമസ്ത ജീവജാലങ്ങളും പിതാവ് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ പറ്റാത്തത് എന്തുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ നേരെ നാരദൻ ഭഗവാനോട് പറയും, ഇന്ന പോലെ ഈ ഒരു ചെരുപ്പ് കുത്തി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പറയും. അപ്പോൾ ഭഗവാൻ പറയും, ഇതിൽ രണ്ടെണ്ണത്തിൽ എൻ്റെ ഈ ചെരുപ്പ് കുത്തിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയും, സ്നേഹം ഉണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ ഹരേകൃഷ്ണൻ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ശ്രദ്ധയെ ജപിക്കണം. ശ്രദ്ധയെ ജപിച്ചില്ലെങ്കിലും നമ്മളെന്താ കപടനാട്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 നാമാപരാധങ്ങളിൽ ഒഫൻസിൽ ഒരു 10 നാമാപരാധത്തിൽ ഒരെണ്ണം പറയുന്നുണ്ട്, അശ്രദ്ധയായി നാമജപിക്കുന്നതും അപരാധമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ജപിക്കുമ്പോൾ ശ്രദ്ധയായി നമ്മളും ഭഗവാനായിട്ടുള്ള ഒരു കോൺടാക്റ്റിൽ വേണം നമ്മൾ ജപിക്കുക. നമ്മൾ ജപിക്കുമ്പോൾ എങ്ങനെ ജപിക്കണ്ടേ, പറയുന്നത് കാതിൽ കേൾക്കണം. നമ്മളുടെ ഭഗവാനും നമുക്കും തമ്മിൽ, നമ്മളുടെ ഭഗവാനും നമുക്ക് അടുത്തേക്ക് പോകാനുള്ള ഇത്ര ഡിസ്റ്റൻസ് മതി, ഈ വായേന്ന് കാതിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് മാത്രം മതി. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഗോലോകത്തിലേക്ക് ഈ മന്ത്രം റീച്ച് ആകും. അപ്പോൾ നമ്മൾ പറയുന്നത് കാതിൽ കൂടെ കേൾക്കുമ്പോഴും നമുക്ക് എന്താവും, പ്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ അതാണ് ശരിക്കുള്ളൊരു ജപം നമ്മൾ ചെയ്യണം. നമ്മളത് ശരിക്കും ചെയ്തില്ലെങ്കിൽ നമ്മളെന്താവും, പ്യൂരിറ്റി ഇല്ലാണ്ടാവും. നമ്മൾ പതുക്കെ പ്യൂരിറ്റി ഇല്ല, നമുക്കതിൻ്റെ ഗുണം ഉണ്ടാവും, ജപിക്കുമ്പോഴും നമുക്ക് എന്തായാലും ഗുണം ഉണ്ടാവും. പക്ഷെ നല്ലൊരു പ്യൂരിറ്റി, അത് ഫാസ്റ്റായി ലഭിക്കണം, നല്ല വേഗതയിൽ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധയായി നമ്മൾ ജപിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാതെ വേറെ ആരെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടമില്ല അല്ലേ? അതുപോലെയാണ് ഭഗവാന്റെ കാര്യം. ഭഗവാനോട് നമ്മൾ എന്ത് ചെയ്യണം, ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ജപിക്കണം, കേൾക്കണം. നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കണം, അതാണ് നമ്മൾ പറയുന്നുള്ളൂ. സിമ്പിൾ ചാൻറ്റ് ആൻഡ് ഹിയർ പ്രഭുപാദർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സിംപിളി ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, പ്യൂരിറ്റി നമുക്ക് ഇത് കൂടുതൽ നമുക്ക് ഉണ്ടാകും. ഇതിൽ വേറെ എന്താ പറയുന്നത്, ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ജപിക്കും തോറും നമുക്ക് എന്താവും, പ്യൂരിറ്റി നമുക്ക് തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇസ്കോണിൻ്റെ മെയിൻ പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളാണ് പറയുന്നത്. എന്താ വെച്ചാൽ, പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്, ബുക്സ് ആർ ദ ബേസിസ്, പിന്നെ യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പിൾ, പിന്നെ ബുക്സ് ആർ ദ ബേസിസ്, പ്രീച്ചിങ് ഇസ് ദ എസൻസ്. ഈ 4 കാര്യങ്ങളാണ് പ്രഭുപാദർ നമുക്ക് മെയിനായി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് പ്രവർത്തനം, ഇസ്കോണിലായാലും ശരി കൃഷ്ണാബോധത്തോടെ ചെയ്യുന്ന വ്യക്തികൾ ഈ 4 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്യൂരിറ്റി ഉണ്ടാവണം. നമ്മൾ ജപിക്കുമ്പോഴും നമ്മൾ വായിക്കുന്നതും എല്ലാം പ്യൂരിറ്റി ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് വേണം ചെയ്യാൻ. പിന്നെ വായിക്കുന്നത്, നമ്മൾ ബുക്സ് ആർ ദ ബേസിസ്, നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ സ്വന്തം വ്യാഖ്യാനം കൊണ്ട് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ എന്താണ്, ബുക്സ് ആർ ദ ബേസിസ്. ബുക്സ് പറഞ്ഞാൽ സാധാരണ ബുക്കല്ല, നമ്മൾ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, വേദങ്ങളിൽ ഉദ്ഘോഷിച്ചുള്ള ബുക്സുകൾ, പ്രഭുപാദർ എഴുതിയ ബുക്കുകളാണ്. ആ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് എന്താവും, പ്യൂരിറ്റി ഉണ്ടാവും. പിന്നെ പ്രീച്ചിങ് ഇസ് ദ എസൻസ്. നമ്മളെ മെയിൻ പ്രാധാന്യം എന്താ വെച്ചാൽ പ്രീച്ചിങ് ആണ്. നമ്മൾ പ്രഭുപാദർ പറയും, ചാൻറ്റ് ഹരേ കൃഷ്ണ, സ്പ്രെഡ് ഹരേ കൃഷ്ണ. അതായത് ജപിക്കുകയും ചെയ്യണം, ജപിക്കുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ ഇനീഷ്യേഷൻ സമയത്ത്, ദീക്ഷ കിട്ടുന്ന സമയത്ത് ഗുരു മഹാരാജ് 3 കാര്യങ്ങളാണ് മെയിനായി പറയുക. 16 മാല ജപിക്കാൻ പറയും, 4 യമനിയമങ്ങൾ, അതായത് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടി പറയാം, 4 യമനിയമങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക, പിന്നെ
ലഹരി പദാർത്ഥങ്ങൾ, അതായത് ഇൻടോക്സിക്കേഷൻ അതുണ്ടാവാൻ പാടില്ല. പിന്നെ ചൂത് കളിക്കാനും പാടില്ല. പിന്നെ അവിഹിത ബന്ധം, ഈ 4 കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഈ 4 കാര്യങ്ങളും ചെയ്യണം. പിന്നെ 16 മാല ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഈ 2 കാര്യം വളരെ കാഷ്വലായിട്ട് എടുത്തു. മൂന്നാമത്തെ ഒരു കാര്യം പറയുമ്പോൾ ഒത്തിരി സീരിയസ് ആയി. എന്താ വെച്ചാൽ നിങ്ങൾ ഇനിഷ്യേറ്റീവായിട്ട് എന്തെങ്കിലും എടുക്കണം കൃഷ്ണ കോൺഷ്യസിന് വേണ്ടി എന്ന് പറയും. ഭഗവാന് വേണ്ടി, അതായത് ഈ ഇസ്കോണിന് വേണ്ടി എന്തെങ്കിലും ഇനിഷ്യേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾ എടുക്കണം എന്ന് പറയും. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രീച്ചിങ്ങിനാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതായാലും ശരി, നമ്മൾ എന്തെങ്കിലും ഒരു സർവീസിൽ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കണം. അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ, പെട്ടെന്ന് നമുക്ക് പ്യൂരിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താവും, ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ. ഗുരുവായിട്ടും ഹരി ഗുരു വൈഷ്ണവരെ പ്ലീസ് ചെയ്യാൻ, അതായത് തൃപ്തിപ്പെടുത്താനുള്ള ഏക മാർഗം എന്താണ്, നമ്മൾ പ്രീച്ച് ചെയ്യുക, ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, 4 യമനിയമങ്ങൾ പാലിക്കുകയും നമ്മൾ ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൽ മെയിനായി പറയുന്നത്. ഇതിൽ വേറെ ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ചെറിയൊരു ശ്ലോകമാണ്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും? യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് വെച്ചാൽ, ഏതൊരു കാര്യങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടി നമ്മൾ പ്രയോഗിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇസ്കോണിൽ ഹരേകൃഷ്ണ മഹാമന്ത്രം, നമ്മൾ ഇസ്കോൺ പ്രസ്ഥാനത്തിൽ കൃഷ്ണോപവത്തിൽ നമ്മളുടെ മെയിൻ സെൻറ്റർ ഫോക്കസ് ഭഗവാനാണ്. ഭഗവാനെ മുന്നത്തെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം ഏത് പ്രവർത്തനം ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ പാകം ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാന് വേണ്ടി ഓഫർ ചെയ്യണം. അത് യൂട്ടിലിറ്റിയാണ്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഭഗവാന് വേണ്ടി. പിന്നെ വേറെന്താ പറയുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കാലത്തൊട്ട് രാത്രി വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാതാജി സ്കൂൾ ടീച്ചറാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള സാലറി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചൊക്കെ സ്കോണിന് വേണ്ടി സ്പോൺസർ ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങളുടെ യൂട്ടിലിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക, ഹൗസ് ഹോൾഡ് എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്യുക. കുറച്ച് പൈസ ഭഗവാന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം. അതൊരു എന്താ പറയുക, ഭഗവാന് വേണ്ടി യൂട്ടിലിറ്റി ചെയ്യണ കാര്യങ്ങളാണ്. പിന്നെ വേറെന്താ നമ്മൾ ചെയ്യണ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓഫറിങ് ചെയ്യുക. പിന്നെ ഏത് കാര്യം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ഭഗവാനെ നിർത്തി വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ യൂട്ടിലിറ്റി ആവും. അതാണ് ആക്ച്വലി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താ പ്രഭു? ഋഷിക ഓക്കെ സർവപാതി വിനിർമുക്തം തത്ത് തത്മനത്തെ നിർമ്മലം ഋഷികേശ സേവനം. ഒരു ശ്ലോകം കൂടി ഉണ്ട് ഭഗവത്ഗീതയിൽ. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ സാധാരണ ഭൗതിക ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രലും പൈസ ഉണ്ടാവും. പൈസേനെ മുൻനിർത്തി വെച്ചിട്ട് വേണം എല്ലാവരും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഭക്തന്മാർ എന്ത് ചെയ്യും, ഭഗവാനെ മുൻനിർത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൃഷ്ണാബോധത്തിൽ നമ്മൾ എന്താ ചെയ്യണം, ഭഗവാനാണ് മുൻനിർത്തി വെക്കുന്നത്. നമ്മൾ എല്ലാ ചെയ്യുന്ന പ്രവർത്തനങ്ങളും സെയിമാണ്. ഭൗതികമായ ആൾക്കാരും ജോലിയുണ്ട്, ഭക്തന്മാരും ജോലിയുണ്ട്. ഭൗതികമായ ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യണം, കടക്കും ഉറങ്ങും ഒക്കെ ചെയ്യും. നമ്മൾ ഉറങ്ങും. നമ്മൾ എന്തിനു വേണ്ടി ഉറങ്ങണം, ഭഗവാന് വേണ്ടി. നേരത്തെ ഉറങ്ങുകയും ചെയ്യും, നേരത്തെ എണീക്കുകയും ചെയ്യും. പിന്നെ കഴിക്കുന്നത് ഭഗവാന് വേണ്ടി. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്താവും, നമുക്ക് സേവ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുണ്ടാവും, നമുക്ക് കൂടുതൽ ഭഗവാന് വേണ്ടി സേവകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ യൂട്ടിലിറ്റി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വേറെ ആരെങ്കിലും? കൃഷ്ണ. ഓക്കെ, ഒരു ചെറിയ കീർത്തനം ചെയ്യാം നമുക്ക് വൈഷ്ണവ ഗീതങ്ങൾ ബുക്ക് വേണം.